പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിതാ ന്യൂസിലാൻഡിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യാത്രയാക്കാനിതാ കൂടെ മകൻ ഇർഫാൻ എത്തിയിട്ടുണ്ട്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോഴിതാ ഫ്ലൈറ്റിൽ കയറി ഏതാനും മിനിറ്റുകൾക്കകം ന്യൂസിലാൻഡിനോട് വിട പറയുകയാണ്. ഫ്ലൈറ്റ് ചലിക്കാറായിരിക്കുന്നു. വന്നതുപോലെ തന്നെ മടങ്ങിപ്പോകുന്നതും മലേഷ്യൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റിൽ തന്നെയാണ്. ആദ്യം കോലാലംപൂരിലേക്കാണ് യാത്ര. അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് മലേഷ്യയുടെ തന്നെ മറ്റൊരു ഫ്ലൈറ്റിലാണ്, കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. നമ്മൾ മലേഷ്യൻ എയർലൈൻസിൻ്റെ മറ്റൊരു ഫ്ലൈറ്റിലേക്ക് മാറിക്കയറുന്നു. നമ്മുടെ ലഗേജുകളൊക്കെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊള്ളും. In the flight mode, disconnect all electronic devices to the insert power supply system and USB port during taxi and takeoff. Stow and secure large electric devices in the overhead compartment before takeoff. It's not your average briefing, alright, so put your stuff away. Ladies and gentlemen, if you haven't already done so, please stow your carry-on luggage underneath the seat in front of you or in an overhead compartment. All electronic devices should now be turned off and stowed away. ഇതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എല്ലാ നിർദ്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. കോലാലംപൂരിൽ നിന്ന് ഫ്ലൈറ്റ് മാറിക്കയറേണ്ടതുണ്ട്. അവിടെ 2 മണിക്കൂർ സമയമാണ് നമുക്ക് മാറിക്കയറാനുള്ളത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഇറങ്ങി എത്തുമ്പോഴേക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ ടെർമിനലൊക്കെ കണ്ടുപിടിച്ച് വരാനും കുറേ ബുദ്ധിമുട്ടുണ്ട്. കോലാലംപൂർ ഒരു വലിയ എയർപോർട്ടാണ്. അതിനിടയിൽ അവിടുത്തെ ബോഡി ചെക്കിങ്ങും ഹാൻഡ് ബാഗ് ചെക്കിങ്ങും ഒക്കെ നടത്തേണ്ടതുമുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 11 മണിക്കൂറാണ് കോലാലംപൂരിലേക്കുള്ള യാത്രാ സമയം. അവിടെ 2 മണിക്കൂർ വെയിറ്റിംഗ്. അതിനുശേഷം 4 മണിക്കൂർ യാത്ര നെടുമ്പാശ്ശേരിയിലേക്ക്. ആകെ 17 മണിക്കൂർ. എന്നാൽ നമുക്ക് നെടുമ്പാശ്ശേരിയിൽ ഒരു 11:30 എത്താൻ കഴിയും. 1.5 മണിക്ക് പുറപ്പെട്ടതാണ്. 11 മണിയോടെ എത്തുമ്പോൾ ഏകദേശം 10 മണിക്കൂർ മാത്രമേ യാത്ര വരുന്നുള്ളൂ. ബാക്കി 7.5 മണിക്കൂർ 2 രാജ്യങ്ങളുടെയും സ്റ്റാൻഡേർഡ് ടൈമിലുള്ള വ്യത്യാസമാണ്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ സ്റ്റാൻഡേർഡ് ടൈമിലുള്ള വ്യത്യാസം 7.5 മണിക്കൂർ. ഇതാ വിമാനം ടേക്ക് ഓഫ് ആയിരിക്കുകയാണ്. നമ്മൾ നല്ല ആകാശത്തേക്ക് പൊങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വന്നിറങ്ങി 80 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ന്യൂസിലാൻഡിനോട് വിട പറയുകയാണ്. നമ്മുടെ വിമാനം പൊങ്ങാൻ തുടങ്ങുകയാണ്. അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ന്യൂസിലാൻഡിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ
വിടവാങ്ങുകയാണ്. നമുക്ക് ചില ന്യൂസിലാൻഡ് പുരാണങ്ങളും കേട്ടുകൊണ്ട് യാത്രയാവാം. മനുഷ്യർ സ്ഥിരതാമസമാക്കിയ അവസാനത്തെ വലിയ വാസയോഗ്യ ഭൂമിയായിരുന്നു ന്യൂസിലാൻഡ് ദ്വീപുകൾ. 1280-നും 1350-നും ഇടയിൽ പോളിനേഷ്യക്കാർ ദ്വീപുകളിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. തുടർന്ന് ഇവിടെ ഒരു മാവോരി സംസ്കാരം വികസിപ്പിക്കുകയുണ്ടായി. 1642-ൽ ഡച്ച് പര്യവേഷകനായ അബെൽ ടാസ്മാൻ ന്യൂസിലാൻഡ് കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. 1769-ൽ ബ്രിട്ടീഷ് പര്യവേഷകനായ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ന്യൂസിലാൻഡിൽ കാലുകുത്തുകയും ഭൂപടമുണ്ടാക്കുകയും ചെയ്തു. 1840-ൽ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രതിനിധികളും മാവോരി തലവന്മാരും വൈറ്റാങ്കി ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അത് ആ വർഷാവസാനം ബ്രിട്ടന്റെ പരമാധികാര പ്രഖ്യാപനത്തിനും 1841-ൽ ന്യൂസിലാൻഡിന്റെ ക്രൗൺ കോളനി സ്ഥാപിക്കുന്നതിനും വഴിയൊരുക്കി. നമ്മുടെ ഫ്ലൈറ്റ് ഉയരങ്ങൾ കൈവരിക്കുകയാണ്. തുടർന്ന് കൊളോണിയൽ സർക്കാരും മാവോരി ഗോത്രങ്ങളും തമ്മിലുള്ള നിരവധി സംഘർഷങ്ങൾ വലിയ അളവിൽ മാവോരി ഭൂമിയിൽ നടക്കുകയും മാവോരി ഭൂമി അന്യവൽക്കരിക്കുന്നതിനും കണ്ടുകെട്ടുന്നതിനും കാരണമായി. 1907-ൽ ന്യൂസിലാൻഡ് ഒരു ഡൊമീനിയനായി മാറി. 1947-ൽ അത് പൂർണ്ണ നിയമപരമായി സ്വതന്ത്രമായി. രാജാവിനെ രാഷ്ട്രത്തലവനായി നിലനിർത്തി. ഇന്ന് ന്യൂസിലാൻഡിലെ 5.25 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗവും യൂറോപ്യൻ വംശജരാണ്. തദ്ദേശീയരായ മാവോരികളാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷം. ഇപ്പോൾ കാണുന്ന ഈ ആകാശം നോക്കുക. കുങ്കുമവർണ്ണം നിറഞ്ഞ് കൂടുതൽ മനോഹരമായിരിക്കുകയാണ് ആകാശം. തുടർന്ന് ഏഷ്യക്കാരും പസഫിക്കെയും. ന്യൂസിലാൻഡിന്റെ സംസ്കാരം പ്രധാനമായും മാവോരിയിൽ നിന്നും ആദ്യകാല ബ്രിട്ടീഷ് കുടിയേറ്റക്കാരിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത്. രാജ്യത്തേക്കുള്ള വർദ്ധിച്ച കുടിയേറ്റത്തിൽ നിന്നാണ് ഈ സംസ്കാരത്തിന്റെ സമീപകാല വികാസം ഉണ്ടായത്. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് പ്രധാനമായി. അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് പശ്ചിമാമ്പരവും ചക്രവാളവും പ്രഭാപൂരിതമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വിമാനത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കുറേ ഉയരത്തിലായതുകൊണ്ട് കുറേ സമയത്തേക്ക് ഈ പ്രഭാപൂരിതം ഇവിടെ ഉണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ യാത്രയുടെ പ്രോഗ്രസ് വ്യക്തമാക്കുന്ന ഒരു ഡയഗ്രാമാണ് നമ്മളിവിടെ മാപ്പ് രൂപത്തിൽ കാണുന്നത്. നമ്മൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ ഈ മാപ്പിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ സീറ്റിൻ്റെയും മുന്നിലിരിക്കുന്ന മോണിറ്റർ ബ്രൗസ് ചെയ്താൽ ഇത് കിട്ടുന്നു. ഇപ്പോൾ ഇത് പൂർണ്ണമായും ആസ്ട്രേലിയയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദേശം 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ആസ്ട്രേലിയക്ക് മുകളിലെത്തുന്നത്. ഓക്ലാൻഡിൽ നിന്ന് കോലാലംപൂരിലേക്കുള്ള മാർഗമധ്യേ നമ്മൾ എത്ര ദൂരത്തിലെത്തി എന്നുള്ള കാഴ്ചയാണ് അവിടെ കാണുന്നത്. ക്ലബിലുള്ള സ്ഥാനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇങ്ങനെ യാത്ര പുരോഗതിയെ പറ്റിയുള്ള എല്ലാ ഡാറ്റകളും നമുക്ക് സമയാസമയങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കുക, സഞ്ചരിച്ച ദൂരം, സഞ്ചരിക്കാനുള്ള ദൂരം, എത്തിച്ചേരുന്ന ഏകദേശ സമയം എന്നിവയാണ് ഇവിടെ കാണിക്കുന്നത്. നെറ്റ് ലഭിക്കാനുള്ള വൈഫൈ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത. യാത്രാ പുരോഗതിയെ പറ്റിയുള്ള വിവിധ ഡാറ്റകൾ പല രീതിയിലും കാണിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലൈറ്റിലെ ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ്, അതുപോലെ ഉയരം എന്നിവ സമയാസമയങ്ങളിൽ ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഈ വിവരങ്ങളെല്ലാം നമ്മളെ മുന്നിലിരിക്കുന്ന ഈ സ്ക്രീനിൽ ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ
കഴിയുന്നതാണ്. ഫ്ലൈറ്റിൽ ഒരു ഉറക്കവും ഒക്കെ കഴിഞ്ഞ് കുറേ സമയങ്ങൾക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഞങ്ങൾ കോലാലംപൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നോക്കുക, ഇവിടെ ഉയരം 7620 നമ്മൾക്ക് ഇനി 179 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ കോലാലംപൂരിൽ എത്താമെന്ന് കാണിക്കുന്നു. 7:31 അവിടുത്തെ സമയം എന്ന് കാണിക്കുന്നു. നമുക്ക് അതുപോലെ ഇവിടുത്തെ ഇപ്പോഴത്തെ സ്പീഡ് 744 km/h. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ -17 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. കാറ്റിൻ്റെ ഗതി 0 ആണ്. നമ്മൾ കോലാലംപൂരിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് പരമാവധി കുറച്ചുകൊണ്ടിരിക്കുന്നു. 1000 വരെയൊക്കെ സ്പീഡ് കൈവരിച്ചതായിരുന്നു. ഇപ്പോൾ സ്പീഡ് പരമാവധി കുറച്ച് ഫ്ലൈറ്റ് ഇറക്കാനുള്ള ശ്രമത്തിലായിരിക്കാം. ഈ ഒരു വിഷയം നോക്കിയാൽ അറിയാം, ഫ്ലൈറ്റ് ഇതാ കോലാലംപൂരിന് മുകളിൽ എത്തിക്കഴിഞ്ഞതായി കാണാം. ഓക്ലാൻഡിൽ നിന്ന് ഏകദേശം 14 മണിക്കൂറുകൾ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ കോലാലംപൂർ വിമാനത്താവളത്തെ സമീപിച്ചിരിക്കുകയാണ്. ഇവിടെ ഡാറ്റ നോക്കുക, 6400 മീറ്റർ മാത്രം ഉയരം, 131 കിലോമീറ്റർ അടുത്ത്. ദൂരം 11 കിലോമീറ്ററായി മാറിയിരിക്കുന്നു. വിമാനം ലാൻഡിംഗ് ഘട്ടത്തിലാണ്. ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിൽ നിന്നും പുറപ്പെട്ട വിമാനം മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിലെ മണ്ണിനെ സ്പർശിച്ചിരിക്കുകയാണ്. കോലാലംപൂർ എയർപോർട്ട് ഒരു വലിയ വിമാനത്താവളമാണ്. നമ്മുടെ ടെർമിനൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ എയർപോർട്ടിൽ നല്ല ഇരുട്ടാണ് എല്ലായിടത്തും. ഇവിടെ നല്ല രാത്രിയാണ്. നമ്മൾ ആകാശത്തായിരുന്നപ്പോൾ സൂര്യൻ്റെ വെളിച്ചം കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഉള്ള സമയം മനസ്സിലാവുന്നത്. ഇവിടെ സമയം ഏകദേശം 8 മണിയായി കാണും. ഏകദേശം 2 മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ നെടുമ്പാശ്ശേരിയിലേക്കുള്ള വിമാനത്തിൽ കയറിയിരിക്കുകയാണ്. Leave all your personal belongings behind and proceed to the exit nearest to you. For a quick and safe evacuation, follow the instructions of the laboratories. Will set off the smoke alarm. If your personal device drops in ഞങ്ങളിതാ മലേഷ്യ എയർലൈൻസിൻ്റെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കയറിയിരിക്കുകയാണ്. അടുത്ത ഏതാനും 3-4 മണിക്കൂറുകൾക്കുള്ളിൽ കൊച്ചിയിൽ എത്താമെന്ന പ്രതീക്ഷയോടെ. ഇതിൽ മിക്കവാറും എല്ലാവരും മലയാളികളാണ്. ഞങ്ങളോടൊപ്പം കോട്ടയത്തേക്കുള്ള 2 പേരുണ്ട്. ഇതാ വിമാനം നീങ്ങി തുടങ്ങുകയാണ്. അങ്ങനെ കോലാലംപൂരിൽ നിന്നും നെടുമ്പാശ്ശേരി ലക്ഷ്യമാക്കി നമ്മുടെ വിമാനം പുറപ്പെട്ടിരിക്കുകയാണ്. മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂർ നഗരത്തിൻ്റെ രാത്രി കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സിറ്റി ഇതാ വർണ്ണാഭമായി പ്രഭ തൂകി നിൽക്കുകയാണ്. ഇത്തിരി ന്യൂസിലാൻഡ് വിശേഷങ്ങൾ കൂടി കേൾക്കാം. ഒരു വികസിത രാജ്യം എന്ന നിലയിൽ മിനിമം വേതനം ആദ്യം നടപ്പിലാക്കിയതും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതും
ന്യൂസിലാൻഡാണ്. ജീവിത നിലവാരം, മനുഷ്യാവകാശങ്ങൾ എന്നിവയുടെ അന്താരാഷ്ട്ര അളവുകോലുകളിൽ ന്യൂസിലാൻഡ് വളരെ ഉയർന്ന സ്ഥാനത്താണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണിത്. മാവോരി യൂറോപ്യൻ ജനസംഖ്യകൾക്കിടയിൽ ഘടനാപരമായ അസമത്വങ്ങൾ ഉള്ളതിനാൽ ഇത്തിരി മൂടി കുറവുണ്ടെന്ന് മാത്രം. നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഇപ്പോൾ നമ്മൾ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് അണിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുകയാണ്. നമ്മുടെ നാടിനെ സ്പർശിക്കുകയാണ്. 2.5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും. ഇപ്പോൾ സമയം 11 മണി ആയിരിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ലഗേജ് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള പരിശോധനകൾ കഴിയേണ്ടതുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങുമ്പോഴേക്കും ഏകദേശം നമ്മുടെ അടുത്ത ദിവസം ആയിരിക്കും. 16-ാം തീയതിയിലേക്ക് കടന്നിരിക്കും. പ്ലെയിൻ ഇതാ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്കകം നമ്മുടെ വീട്ടിൽ എത്തിച്ചേരാം. ചെറിയ മോനും അളിയനും പുറത്ത് കാത്തുനിൽപ്പുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഈ ന്യൂസിലാൻഡ് സന്ദർശനത്തിന് അന്ത്യം കുറിക്കുകയാണ്. ന്യൂസിലാൻഡിലെ ഈ എപ്പിസോഡുകൾക്കും നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.